Radio Lime News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. യുകെയിൽ സ്മാർട്ട് ഫോൺ മോഷ്ടാക്കൾ കൂടുന്നു. റോഡിലൂടെ പോകുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം. യുകെയിൽ വിലപിടിച്ച സ്മാർട്ട് ഫോണുകൾ ലക്ഷ്യമിട്ട് മോഷ്ടാക്കൾ വിലസുന്നു. സ്മാർട്ട് ഫോണുകൾ കൈക്കലാക്കാൻ ലക്ഷ്യമിട്ട് ദിവസവും തെരുവിലിറങ്ങുന്ന മോഷ്ടാക്കൾ പെരുകുകയാണ് എന്നാണ് റിപ്പോർട്ട്. ദിവസേന ബ്രിട്ടനിൽ ഏകദേശം 200 സ്മാർട്ട് ഫോണുകൾ പിടിച്ചുപറിക്കപ്പെടുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സെക്കൻഡ് ഹാൻഡ് ഡിവൈസുകളുടെ ഡിമാൻഡ് വർദ്ധിച്ചതാണ് മോഷണം ഉയരാൻ പ്രധാന കാരണം. മലയാളികളടക്കം ജാഗ്രത പാലിക്കേണ്ടതാണ്. ഒരു ദശകത്തിനിടെ ഏറ്റവും ഉയർന്ന തോതിലാണ് ഫോൺ കവർച്ചയെന്ന് ഹോം ഓഫീസ് കണക്കുകൾ വെളിപ്പെടുത്തുന്നു. ഒരു കുറ്റവാളി തന്നെ നടത്തുന്ന പിടിച്ചുപറികളിൽ 0.5% വർധനവുമുണ്ട്. ഈ ദുരവസ്ഥ തടയാൻ കർശന നടപടിയുണ്ടാകുമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ടെക് കമ്പനികളുമായി ചേർന്ന് കുറ്റകൃത്യം തടയാനുള്ള വഴികളും ഹോം ഓഫീസ് ആലോചിക്കുന്നുണ്ട്. തെരുവിലൂടെ കവർച്ചാ ഭീഷണി നേരിടാൻ നടക്കാനുള്ള ആളുകളുടെ അവകാശം സംരക്ഷിക്കാൻ എല്ലാം ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഗവൺമെന്റ്. മോഷ്ടിക്കപ്പെടുന്ന ഫോണുകൾ വേഗത്തിൽ സ്ഥിരമായി ഡിസേബിൾ ചെയ്യപ്പെടുമെന്ന് ഫോൺ കമ്പനികൾ ഉറപ്പാക്കണം. അല്ലാതെ വീണ്ടും രജിസ്റ്റർ ചെയ്ത് വിൽപ്പനയ്ക്ക് എത്തരുത്. പോലീസിംഗ് മന്ത്രി ഡെയിം ഡയാന ജോൺസൺ പറഞ്ഞു. ഗവൺമെന്റും ടെക് കമ്പനികളും നിയമ ഉദ്യോഗസ്ഥരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഫോൺ മോഷ്ടാക്കളുടെയും മോപ്പഡ് സംഘങ്ങളുടെ ബിസിനസ് മോഡൽ വ്യാപാരം തകർക്കാമെന്നും മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. കുട്ടികളെ പോലുള്ളവരിൽ നിന്നും ഭീഷണിപ്പെടുത്തി ഫോണുകൾ പിടിച്ചു വാങ്ങുന്നത് ഇവരിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതമാണ് സൃഷ്ടിക്കുന്നതെന്ന് കമാൻഡർ റിച്ചാർഡ് സ്മിത്തും അഭിപ്രായപ്പെടുന്നു. സീനിയർ മലയാളി നഴ്സുമാർക്കും സംഘടന. ആദ്യ വാർഷിക കോൺഫറൻസ് ബർമിംഗ്ഹാമിൽ. യുകെയിലെ സീനിയർ മലയാളി നഴ്സുമാർക്ക് വേണ്ടിയും ഒരു സംഘടന യാഥാർത്ഥ്യമായി. ഒരു വർഷത്തോളമായി നിശബ്ദ പ്രവർത്തനം നടത്തുന്ന അലയൻസ് ഓഫ് സീനിയർ കേരള നഴ്സ് ഒക്ടോബറിൽ തൊഴിൽ രംഗത്തെ മാറ്റങ്ങളും വെല്ലുവിളികളും ചർച്ച ചെയ്യാനും NMCക്കും RCNനും NHSനും മുന്നിൽ ഉറച്ച ശബ്ദമാകാനും തയ്യാറെടുക്കുന്നത് ഒക്ടോബറിലെ ആദ്യ കോൺഫറൻസിൽ ഉരുത്തിരിയുന്ന നയപരിപാടികളിൽ നിന്നുള്ള തീരുമാനമായിട്ടാകുമെന്ന് സംഘടനാ വക്താവ് മാഞ്ചസ്റ്ററിലെ നഴ്സായ ധന്യ ആർധരൻ അറിയിച്ചു. അലയൻസ് ഓഫ് സീനിയർ കേരള നഴ്സസ് ഒക്ടോബർ 19 രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് ബർമിംഗ്ഹാം ആസ്റ്റൺ വില്ല സ്റ്റേഡിയത്തിൽ കോൺഫറൻസ് നടത്തുന്നത്. കേരളത്തിൽ നിന്ന് എത്തിയ നഴ്സുമാരുടെ നേതൃത്വ പാഠവും വികസിപ്പിക്കാനും അവരെ ബ്രിട്ടന്റെ ആരോഗ്യരംഗത്ത് നേതൃത്വത്തിൽ എത്തിക്കാനും ലക്ഷ്യം വെച്ചുള്ളതാണ് ഈ കോൺഫറൻസ്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഫൗണ്ടേഷനുമായി ചേർന്ന് സംയുക്തമായി നടത്തുന്ന ഈ കോൺഫറൻസിൽ ബ്രിട്ടനിലെ ആരോഗ്യരംഗത്തെ പ്രശസ്തരായ സാം ഫോസ്റ്റർ, നിക്കോള റേഞ്ചർ, സൂ ട്രാൻക് എന്നിവർക്കൊപ്പം ബ്രിട്ടനിലെ ആരോഗ്യരംഗത്ത് കഴിവ് തെളിയിച്ച് നേതൃത്വത്തിലെത്തിയ മലയാളി നഴ്സുകളും ക്ലാസുകൾ നയിക്കുന്നതാണ്. ബ്രിട്ടനിൽ കുറ്റവാളികളുടെ എണ്ണം കുതിച്ചുയരുന്നു. ലെസ്റ്ററിൽ 80 വയസ്സുകാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ 5 കുട്ടികളെ അറസ്റ്റ് ചെയ്തു. ലെസ്റ്ററിലെ പാർക്കിൽ ആക്രമണത്തിനിരയായി 80 വയസ്സുകാരൻ മരിക്കാനിടയായ സംഭവത്തിൽ 5 കുട്ടികളെ കൊലക്കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച വൈകുന്നേരം ആണ് ഇയാൾ ആക്രമിക്കപ്പെട്ടതെന്ന് പോലീസ് പറഞ്ഞു. ഞായറാഴ്ച വൈകുന്നേരം ലെസ്റ്റർഷെയറിലെ ബ്രൗൺസ്റ്റോൺ ടൗണിലെ ഫ്രാങ്ക്ലിൻ പാർക്കിൽ തന്റെ നായയുമായി നടക്കുന്നതിനിടെയാണ് ഇയാൾക്ക് ക്രൂരമായ മർദ്ദനമേറ്റത്. ഇയാൾ പിന്നീട് ആശുപത്രിയിൽ വെച്ച് മരിക്കുകയായിരുന്നുവെന്ന് ലെസ്റ്റർഷെയർ പോലീസ് പറഞ്ഞു. 2 ആൺകുട്ടികളും 3 പെൺകുട്ടികളുമാണ് അറസ്റ്റിലായിരിക്കുന്നത്. തിങ്കളാഴ്ച ഇയാൾ മരിച്ചതിനെ തുടർന്നാണ് കൊലപാതകം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചത്. അറസ്റ്റിലായവരിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും 14 വയസ്സുള്ളവരും മറ്റുള്ളവർ 12 വയസ്സ് പ്രായമുള്ളവരുമാണ്. പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നവരോട് സംസാരിക്കുകയും സംഭവ സമയത്ത് പാർക്കിലുണ്ടായിരുന്നവരും മർദ്ദനത്തിന് ദൃക്സാക്ഷികളായവരോടും മുന്നോട്ട് വരാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ആക്രമണത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് അറിയാൻ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് അറിയിക്കുന്നു. ലണ്ടൻ മലയാളി കൗൺസിൽ സാഹിത്യ പുരസ്കാരം മേരി അലക്സ്ന. സാഹിത്യം, സംസ്കാരം, ജീവകാരുണ്യം എന്നീ മേഖലകളിൽ സജീവമായി പ്രവർത്തിക്കുന്ന ലണ്ടൻ മലയാളി കൗൺസിലിന്റെ 2022-23 സാഹിത്യ പുരസ്കാരം മേരി അലക്സ് തിരുവഞ്ചൂരിന്റെ എന്റെ കാവ്യരാമരചനകൾ എന്ന കവിതാ സമാഹാരത്തിന് അർഹമായി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച നിരവധി കൃതികളിൽ നിന്നാണ് ഈ കൃതി പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ വസന്തം നിനക്ക് മാത്രം, കൂടുവിട്ട കൂട്ടുകാരൻ, എനിക്ക് ഞാൻ മാത്രം, അവളുടെ നാട്, മനസ്സ് പാഞ്ഞ വഴിയിലൂടെ എന്നിവയാണ് പ്രധാന കൃതികൾ. ഇനി നാട്ടിലെ വാർത്തകൾ. ഗവർണറുടെ കാലാവധി വ്യാഴാഴ്ച കഴിയും. സ്ഥാനത്ത് തുടർന്നേക്കുമെന്ന സൂചന. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ 5 വർഷ കാലാവധി വ്യാഴാഴ്ച പൂർത്തിയാകും. തൽക്കാലം അദ്ദേഹം തുടർന്നേക്കുമെന്ന് തന്നെയാണ് സൂചന. കാലാവധി പൂർത്തിയായോ അതിനു മുൻപോ ഗവർണർ സ്ഥാനത്ത് ഒഴിവ് വരുമ്പോൾ പുതിയ ആളെ നിയമിച്ച് രാഷ്ട്രപതിയുടെ വിജ്ഞാപനം വരണം. കാലാവധി കഴിഞ്ഞു പോകുന്ന ഗവർണർ പുതിയ ഗവർണർക്ക് ചുമതല കൈമാറുകയല്ല. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത് പുതിയ ഗവർണർ സ്ഥാനമേറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. കാലാവധി കഴിയുന്നതിന് മുൻപ് പുതിയ നിയമനത്തിലുള്ള വിജ്ഞാപനം വന്നില്ലെങ്കിൽ നിലവിലുള്ള ഗവർണർക്ക് തൽസ്ഥാനത്ത് തുടരാം. അതിന് കാലാവധി നിശ്ചയിച്ചിട്ടില്ല. പുതിയ ഗവർണറെ നിയമിക്കുന്നതുവരെ മാസങ്ങൾ ഇങ്ങനെ തുടർന്ന രീതിയുമുണ്ട്. ഇന്ന് ഗവർണർ കോട്ടയത്ത് സൂര്യകാലടി മനയിൽ വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെ വ്യാഴാഴ്ച അദ്ദേഹം സന്ദർശകർക്ക് സമയം അനുവദിച്ചിട്ടുണ്ട്. ഈ മാസം പകുതി വരെ അദ്ദേഹത്തിന്റെ അതിഥികൾ രാജ്ഭവനിൽ താമസിക്കുന്നുമുണ്ട്. കാഹളം മുഴക്കി തമിഴക വെട്രി കഴകം.
പാർട്ടിയിലേക്ക് ചേക്കേറാൻ പ്രമുഖർ. ചലച്ചിത്ര നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകത്തിൽ പാർട്ടിയിലേക്ക് ചേക്കേറാൻ പ്രമുഖർ. അണ്ണാ DMK വിമത നേതാവ് ഒ പനീർശെൽവത്തിന്റെ മകൻ OP രവീന്ദ്രനാഥ് അടക്കമുള്ളവരാണ് പാർട്ടിയിൽ ചേരാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതേസമയം വിജയുടെ പാർട്ടി തങ്ങൾക്ക് ഭീഷണിയല്ലെന്ന് DMK മന്ത്രി MP സ്വാമിനാഥൻ പറഞ്ഞു. പൊള്ളാച്ചിയിൽ DMK യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇനി സ്പോർട്സ് വാർത്തകൾ. കേരള യുണൈറ്റഡ് ദൽബീർ ഫുട്ബോൾ അക്കാദമിയെ 3-0 മറികടന്ന് I-League 3 ജൈത്രയാത്ര തുടങ്ങി. I-League 3 കേരളത്തിൽ നിന്നുള്ള 2 പ്രതിനിധികളിൽ ഒരാളായ കേരള യുണൈറ്റഡ് പഞ്ചാബിൽ നിന്നുള്ള ദൽബീർ ഫുട്ബോൾ അക്കാദമിക്കെതിരെ 3-0 വിജയിച്ചുകൊണ്ട് തുടക്കം കുറിച്ചു. രണ്ടാം പകുതിയിലാണ് 3 ഗോളുകളും പിറന്നത്. ലാൽവു മനോവമ ആദ്യ ഗോളും മധ്യനിര താരം ക്രെയ്ഗ് മങ്കാൻലിയൻ ഇരട്ട ഗോളുകളും നേടി. കേരള യുണൈറ്റഡ് സ്റ്റാർട്ടിംഗ് 11 ഇരു ടീമുകളും ലീഡ് നേടാനുള്ള ആവശ്യത്തോടെയാണ് മത്സരം തുടങ്ങിയത്. സംഭവബഹുലമായ ആദ്യ പകുതിയിൽ കേരള യുണൈറ്റഡ് ആധിപത്യം പുലർത്തി. ടീമിന് നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും സ്കോർ ചെയ്യാനായില്ല. മഴക്കെടുതിയിൽ തകർന്ന ഡംപോ അക്കാദമി ഗ്രൗണ്ട് പിച്ച് ഇരു ടീമുകൾക്കും നേട്ടമുണ്ടാക്കിയില്ല. ആദ്യ പകുതി തുല്യതയിൽ അവസാനിക്കുകയും ചെയ്തു. നേഷൻസ് ലീഗ്. ഇംഗ്ലണ്ടിന്റെ 3 പ്രധാന താരങ്ങൾ പരിക്ക് കാരണം പിന്മാറി. ആദ്യ 2 നേഷൻസ് ലീഗ് മത്സരങ്ങളിൽ 3 നിർണായക താരങ്ങൾ ഇംഗ്ലണ്ടിനൊപ്പം ഉണ്ടാകില്ല. താൽക്കാലിക പരിശീലകൻ ലീ കാർഷ്ലിക്ക് വലിയ തിരിച്ചടിയാണിത്. റിപ്പബ്ലിക് ഓഫ് അയർലൻഡ്സിനും ഫിൻലൻഡിനുമെതിരായ മത്സരങ്ങളിൽ ഫിൽ ഫോഡൻ, ഒലി വാറ്റ്കിൻസ് എന്നിവർ ടീമിനൊപ്പം ഉണ്ടാകില്ല എന്ന് ഇംഗ്ലണ്ട് സ്ഥിരീകരിച്ചു. PFA പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡ് നേടിയ ഫോറൻ അസുഖത്തെ തുടർന്നാണ് പുറത്തായത്. PFA യങ് പ്ലെയർ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട പാമർ, യൂറോ 2024 ഫൈനലിലും സെമി ഫൈനലിലും ഗോൾ നേടിയ വാറ്റ്കിൻസ് എന്നിവർ പരിക്ക് കാരണവും ടീമിനൊപ്പം ഉണ്ടാകില്ല. പകരം ആരെയും ഇംഗ്ലണ്ട് ടീമിലേക്ക് എടുത്തിട്ടില്ല. ഇനി പാരാലിമ്പിക്സ് വാർത്തകൾ. പാരീസിൽ ചരിത്രം. മെഡൽ നേട്ടം 20 തൊട്ട് ഇന്ത്യ. ആധിപത്യം അത്ലറ്റിക്സിൽ. പാരീസ് പാരാലിമ്പിക്സിൽ മെഡൽ വേട്ട ചരിത്ര നേട്ടവുമായി ഇന്ത്യ. 3 സ്വർണവും 7 വെള്ളിയും 10 വെങ്കലവുമായി ആകെ മെഡലുകളുടെ എണ്ണം 20ആയി. ഗെയിംസിന്റെ ചരിത്രത്തിൽ ഇത്രയും മെഡലുകൾ ഇന്ത്യ സ്വന്തമാക്കുന്നത് ആദ്യമായാണ്. ടോക്കിയോയിൽ കഴിഞ്ഞ തവണ നേടിയ 19 മെഡലുകളായിരുന്നു ഏറ്റവും മികച്ച പ്രകടനം. 5 സ്വർണം, 8 വെള്ളി, 7 വെങ്കലം എന്ന നിലയിൽ. ഇത്തവണ അത്ലറ്റിക്സിലാണ് ഇന്ത്യ കൂടുതൽ മെഡലുകൾ വാരിക്കൂട്ടിയത്. 1 സ്വർണവും 4 വെള്ളിയും 5 വെങ്കലവും അടക്കം 10 മെഡലുകൾ ട്രാക്കിൽ നിന്ന് ലഭിച്ചു. ബാഡ്മിന്റണിൽ നിന്ന് 5ഉം ഷൂട്ടിംഗിൽ 4 മെഡലുകളാണുള്ളത്. അമ്പയത്തിൽ 1 മെഡലും ഇന്ത്യക്ക് നേടാനായി. അവനി ലെഗ്രയായിരുന്നു പാരീസിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണം നേടിയത്. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ 249.7 പോയിന്റോടെയായിരുന്നു നേട്ടം. പ്രസ്തുത വിഭാഗത്തിലെ അവനിയുടെ ഏറ്റവും മികച്ച പ്രകടനത്തിനും പാരീസ് സാക്ഷ്യം വഹിച്ചു. ഇതേ ഇവന്റിൽ മോന അഗർവാൾ വെങ്കലവും കരസ്ഥമാക്കി. പുരുഷ വിഭാഗം ബാഡ്മിന്റൺ സിംഗിൾസ് SL3 വിഭാഗത്തിലായിരുന്നു ഇന്ത്യയുടെ 2ാം സ്വർണം. ഇംഗ്ലണ്ടിന്റെ ഡാനിയൽ ബത്തലിനെ കീഴടക്കിയായിരുന്നു നിതീഷ് സുവർണ നേട്ടത്തിലേക്ക് എത്തിയത്. ജാവലിൻ ത്രോയിൽ സുമിത് ആന്റണിയിലൂടെ 3ാം സ്വർണവും ഇന്ത്യൻ ക്യാമ്പിലെത്തി. 70.59 മീറ്റർ എറിഞ്ഞ പാരാലിമ്പിക്സ് റെക്കോർഡോടെയായിരുന്നു സുമിത് പാരീസിലെ ചാമ്പ്യൻ പട്ടം നിലനിർത്തിയത്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 110.13 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.